ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 304 മുതൽ 308 വരെയുള്ള നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു. ഇനി 309 മുതൽ 313 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 309ാമത്തെ നാമമന്ത്രം രഞ്ജനി. ഇത് തെറ്റിച്ചു ചൊല്ലാൻ സാധ്യതയുള്ള ഒരു നാമമന്ത്രമാണ്. രഞ്ജിനി, രജനി എന്നൊക്കെ ചൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. രഞ്ജനി എന്നാണ് എഴുതിയിട്ടുള്ളത്. ര പ്ലസ് ഞ പ്ലസ് ജ. അപ്പോൾ രഞ്ജനി എന്ന് തന്നെ നീട്ടി ജപിക്കുക. രഞ്ജിപ്പിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം. അതുകൂടാതെ അതായത് രഞ്ജിപ്പിക്കുക എന്നാൽ ഭക്തന്മാരെ രഞ്ജിപ്പിക്കുക. അതുകൂടാതെ നമ്മൾ കണ്ടതാണ് അമ്മ പഞ്ചപ്രേതാസനാസീനയാണെന്ന്. അപ്പം അതിൽ നമ്മൾ കണ്ടു അമ്മ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ സിംഹാസനത്തിൻ്റെ 4 കാലുകളാണ് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. അമ്മ ഇരിക്കുന്ന ആ ഇരിപ്പിടം അത് മലർന്നു കിടക്കുന്ന ശുദ്ധ സ്ഫടിക സങ്കാശവർണ്ണനായ സദാശിവനാണ്. ആ സദാശിവന്റെ മുകളിലാണ് അമ്മ ഇരിക്കുന്നത്. മാ കാമാഖ്യാദേവിയുടെ ഐക്കോണോഗ്രാഫിയൊക്കെ ആയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയിരുന്നു. അതും കൂടി വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ ശുദ്ധ സ്ഫടിക സങ്കാശവർണ്ണനായ പരമശിവന്റെ മുകളിൽ ജപാകുസുമ സങ്കാശയായ, അതായത് അമ്മ സിന്ദൂരാരുണ വർണ്ണയാണ്, ആ അമ്മ ഇരിക്കുമ്പോൾ അമ്മയുടെ ആ അരുണവർണ്ണം അത് ശിവനിലേക്കായിട്ട് ശിവന്റെ വർണ്ണം തൻ്റേതാക്കി മാറ്റുന്നതിനാൽ, അതായത് ശുദ്ധ സ്ഫടിക സങ്കാശവർണ്ണം അത് അരുണവർണ്ണമാക്കി മാറ്റുന്നതിനാൽ അമ്മയെ രഞ്ജനി എന്നും വിളിക്കുന്നു എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു. ഇനി 310ാമത്തെ നാമമന്ത്രം രമണി. ഇതൊന്നും തെറ്റിപ്പോകാൻ സാധ്യതയില്ലാത്തതാണ്. രമിപ്പിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം. ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നവൾ. പിന്നെ കാമാരിയായ ശ്രീ പരമേശ്വരനെ കാമവിഷ്ടനാക്കാനും രസിപ്പിക്കാനും കഴിഞ്ഞ മഹാത്രിപുരസുന്ദരി എന്നുകൂടി വർണ്ണിച്ചിട്ടുണ്ട്. ഇനി 311 രസ്യ. രസ്യ എന്നാൽ രസിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ രസിക്കുന്നവൾ. ബ്രഹ്മാനന്ദത്തിൽ സദാ മുഴുകിയവൾ, അതാണ് ഇവിടെ രസ്യ. 312 രണത് കിങ്കിണി മേഖല. പദം പിരിക്കുമ്പോൾ കിങ്കിണി മേഖല, രണത് കിങ്കിണി മേഖല. ഇവിടെ കിങ്കിണി എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് കിങ്ങിണി എന്നും ജപിക്കരുത്, കിങ്കിണി എന്നും ജപിക്കരുത്. കിങ്കിണിയാണ്. രണത് കിങ്കിണി മേഖല. രണത്ത് എന്നാൽ ശബ്ദിക്കുന്ന, കിങ്കിണി നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലങ്കയിലൊക്കെ ഉള്ള കിലുങ്ങുന്ന ആ ഗുങ്കുരു, അത് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ അത് കോർത്തിട്ടുള്ള അരഞ്ഞാൺ. മേഖല എന്നാൽ അരഞ്ഞാൺ. അത് അണിഞ്ഞിട്ടുള്ളവളായ അമ്മയ്ക്ക് നമസ്കാരം. രത്നകിങ്കിണികാരമ്യരശനാദാമഭൂഷിത. അതേ നാമമന്ത്രം തന്നെയാണ് ഇവിടെ വീണ്ടും വർണ്ണിച്ചിട്ടുള്ളത്. രണത് കിങ്കിണി മേഖല. ഇനി 313 രമ. രമ എന്നാൽ ലക്ഷ്മി ദേവി, ലക്ഷ്മി സ്വരൂപിണിയായവൾ. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്ന ഭക്തരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരുന്നവൾ. അതാണ് ഇവിടെ സമ്പത്ത് ദാനം ചെയ്ത് ഭക്തരെ രമിപ്പിക്കുന്നവൾ എന്നും ഒരു പദാർത്ഥമുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നു സമ്പത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 90% ബുദ്ധിമുട്ടും തീരും എന്നുള്ളതാണ്. ആർഭാടമായി ജീവിക്കലല്ല, സമ്പത്ത് വന്നിട്ട് ആർഭാടമായി ജീവിക്കലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, മക്കളുടെ വിവാഹമാകട്ടെ, പഠിപ്പാകട്ടെ, അങ്ങനെ എന്തും, അതെല്ലാം അമ്മ നോക്കിക്കൊള്ളും. അതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയെ അല്ലെങ്കിൽ സ്തുതിക്കുന്ന ഈ 1000 നാമങ്ങൾ, അമ്മയെ വിളിക്കാനായിട്ട് നമുക്ക് ഋഷീശ്വരന്മാരായി തന്നിട്ടുള്ളതാണ് ഈ 1000 നാമങ്ങൾ.
ഈ 1000 നാമങ്ങൾ ജപിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഋഷ്യാദി നാസക്രമം ചെയ്യും. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വിനിയോഗം എന്നുള്ള സെഗ്മെന്റിൽ, ലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദസിദ്ധ്യർത്ഥേ മമ അഭീഷ്ടകാര്യ ഫലസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. അതിൽ സങ്കല്പം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. ഏത് ദേവതയുടെ നാമമന്ത്രമാണോ നമ്മൾ ജപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ബീജാക്ഷരമാണോ നമ്മൾ ജപിക്കാൻ പോകുന്നത്, ആ ദേവതയോട് നമ്മുടെ ആവശ്യം പറയണം, സങ്കല്പം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ആ സെഗ്മെന്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. പല ആളുകളും പണ്ഡിതന്മാരൊക്കെ പറയും അമ്മയോട് നമ്മളൊന്നും ആവശ്യപ്പെടാൻ പാടില്ല, ഒക്കെ അമ്മ കണ്ടറിഞ്ഞ് നൽകും. തീർച്ചയായും കണ്ടറിഞ്ഞ് നൽകും. പക്ഷേ നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ വേറൊരാളോട് നമ്മളെ ബുദ്ധിമുട്ട് പറയാൻ നമുക്ക് താല്പര്യമില്ല. കാരണം കേൾക്കുന്ന ആൾ എങ്ങനെയുള്ള ആളാണ് നമുക്കറിയില്ല. ഉരൽ മദ്ദളത്തിനോട് പരാതി പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അയാളോട് പറയുമ്പോൾ. പിന്നെ അത് അയാൾ മറ്റൊരാളോട് പറയും, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ജപിക്കാനിരിക്കുമ്പോൾ അമ്മയോട് പറയുക. മൗനമായി പറയാം, അല്ലെങ്കിൽ ആരും അടുത്തില്ലെങ്കിൽ സംസാരിച്ച് വൈഖരി രൂപത്തിൽ പറയാം. അത് അമ്മ തീർച്ചയായും നടത്തിത്തരും. എൻ്റെ ഒരു അനുഭവം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ പരമേശ്വരിയെ ശരണം പ്രാപിക്കുക. സർവസമ്പത് പ്രദാത്രിയായ മഹാദേവി തീർച്ചയായും നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റിത്തരും. അപ്പം അതിനായിട്ട് ലളിതാ സഹസ്രനാമ സ്തോത്രം അത്ര ശുദ്ധിയോടുകൂടി, വൃത്തിയോടുകൂടി, ശുദ്ധി എന്ന് ഉദ്ദേശിച്ചത് അക്ഷരശുദ്ധിയാണ്, അതോടുകൂടി ജപിക്കേണ്ട ഒന്നാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരെയും ആ മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തീരാനായിട്ട് ആ മഹാദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.